വലിയ തുക CPM സംഭാവന ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ CPMന് കൈക്കൂലി കൊടുത്ത് ഒരു കോൺഗ്രസ് മെമ്പറെ വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം ചിന്തിക്കേണ്ടത്. കാരണം CPMന് 50% സാധ്യതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ 10-10 നറുക്കെടുപ്പിലൂടെ CPMനും കോൺഗ്രസിനും ഒരേ സാധ്യത നിലനിൽക്കുമ്പോൾ ആ സാധ്യത വേണ്ട എന്ന് വെച്ച് കോൺഗ്രസിന്റെ ഒരു മെമ്പർ വിലക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ CPM എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. KR ഔസേപ്പ് എന്ന് പറയുന്ന ആളാണ് ഇതെല്ലാം തന്നെ മാറ്റിമറിച്ചത്. അയാളെ ശരിക്കും പറഞ്ഞാൽ CPM റാഞ്ചുകയായിരുന്നു. ജനാധിപത്യ വിരുദ്ധ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് സംഗതി ശരിക്കും യഥാർത്ഥത്തിൽ CPM നടത്തിയ നെറികെട്ട രാഷ്ട്രീയം അതാണ് ഇവിടെ പ്രതിഫലം. അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും 50-50% വെച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പൊ അത് കോൺഗ്രസിന്റെ ചില ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. ഇത് മനഃപൂർവ്വം മറച്ചു വെക്കുമ്പോൾ CPMനെ അനുകൂലിക്കുന്ന ചില ചാനലുകളും ചില മാധ്യമങ്ങളും അവരൊക്കെ ചേർന്ന് പുതിയൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഇത് ഞാൻ BJPയുമായി ചേർന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർമാർ BJPയിൽ ചേരുന്നു. ഇങ്ങനെ ഒരു നുണപ്രചാരണത്തിലൂടെ CPMന്റെ വൃത്തികേടുകളെ, CPMന്റെ നെറികേടുകളെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലൊന്നും മറച്ചു വെക്കപ്പെടുന്നതല്ല CPMന്റെ പ്രവർത്തികളെന്ന് അവർക്ക് കാലക്രമേണ മനസ്സിലാകും. യാതൊരു സംശയവും കാര്യത്തിലില്ല. ഇത് യഥാർത്ഥത്തിൽ CPMന് ഭരണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ ഒച്ചപ്പാടിന് ബലത്തിന് പിന്നിലെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും CPMനുണ്ടായ നിരാശ. അവർ ഇന്നലെ 11 ചുവപ്പ് മാലകളുമായി വലിയ പടക്ക കെട്ടുമായിട്ടാണ് അവർ പഞ്ചായത്ത് ഓഫീസിന് KR ഔസേപ്പിനെ ആനയിച്ചുകൊണ്ട് വന്നത്. അവർ ഇവിടെ നിന്ന് KR ഔസേപ്പിനെ സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റി മുപ്ലിയത്തെ ഒരു വീട്ടിൽ താമസിപ്പിച്ച് വളരെ രഹസ്യമായിട്ടാണ് ഇന്നലെ അവർ ഈ വോട്ടെടുപ്പ് ഹാളിലേക്ക് കൊണ്ടുവന്നത്. അതുവരെ കോൺഗ്രസ് അംഗങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ കൂടെയുള്ള മുഴുവൻ ആളുകളും ബാക്കി 9 പേരും KR ഔസേപ്പിനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഹാളിലേക്ക് എത്തുമ്പോഴാണ് KR ഔസേപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ വോട്ടെടുപ്പ് ഹാളിലേക്ക് നീങ്ങുന്നത് കണ്ടത്. സ്വാഭാവികമായും അവിടെ പേര് പറയുന്ന സമയത്ത് CPM അംഗങ്ങളാണ് KR ഔസേപ്പിന്റെ പേര് നിർദ്ദേശിച്ച് പിന്താങ്ങിയത്. തത്സമയം കോൺഗ്രസിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി 9 പേരും കൂടിയാലോചിച്ചു അവരൊരു തീരുമാനത്തിലെത്തി ടെസ്സി ജോസിനെ മത്സരിപ്പിക്കാൻ. അത് അവിടെ നിന്നെടുത്ത തീരുമാനമാണ്. ഞങ്ങൾക്ക് പോലും അറിയില്ല. കാരണം ടെസ്സി ജോസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ച ഒരാള് പെട്ടെന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂറുമാറിയപ്പോൾ താൽക്കാലികമായി അവർ ചേർന്നെടുത്തൊരു തീരുമാനം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു BJPയും ആ സമയത്താണ് ഇത് അറിഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവർ ഒരുപക്ഷെ CPMനോടുള്ള കടുത്ത വിരോധത്തിന്റെ പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ അങ്ങനെ പിന്തുണച്ചതാകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എല്ലാ കാലത്തും ഏറ്റുമുട്ടലുകളിലൂടെ റിബൽ ആയിട്ട് തന്നെയാണ് ഞാൻ പാർട്ടിയിൽ വളർന്നിട്ടുള്ളത്. എല്ലാ കാലത്തും എന്നോട് മുൻകാല DCG പ്രസിഡന്റുമാര് എന്നെ അടിയന്തരാവസ്ഥയിൽ നക്സലൈറ്റ് ആണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തതാണ്. അറിയോ, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന സമയത്ത് എന്റെ 15ാം വയസ്സിൽ എന്നെ നക്സലൈറ്റ് ആണെന്ന് പറഞ്ഞ് ഞാനന്ന് കോൺഗ്രസിൽ റിബലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ പുസ്തകം വായിക്കുന്ന പറഞ്ഞാൽ ഒരു അത്ഭുതമാണല്ലോ പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് എന്നെ നക്സലൈറ്റ് ആണെന്ന് മുദ്രകുത്തി എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അന്നത്തെ DCC പ്രസിഡന്റ് MV അബൂബക്കർ സാഹിബ് അദ്ദേഹത്തോട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രക്ഷിക്കാൻ ചെന്ന കോൺഗ്രസ്സുകാരോട് പറഞ്ഞത് അവൻ നക്സലൈറ്റ് തന്നെയാണ്, അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഞാൻ വന്ന് KSUവിന്റെ ഭാരവാഹിയായിരുന്നു, താലൂക്ക് ഭാരവാഹിയായിരുന്നു. അപ്പൊ ഞാൻ പാർട്ടി യോഗങ്ങളിൽ എപ്പോഴും പാർട്ടിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരാളായിരുന്നു. അതെ. അപ്പൊ എന്നെ അന്നേ റിബലായിട്ട് മുദ്രകുത്തിയതാണെന്ന്. അവസാനം എന്റെ VM സുധീരൻ വന്നാണ് എന്നെ രക്ഷിച്ചത്. അപ്പൊ പോലീസിന്റെ ഒരു ദിവസത്തെ മർദ്ദനം, കാര്യമായ മർദ്ദനം നേരിട്ടില്ല, ഞാൻ കൊച്ചല്ലേ. കാരണം ഞാൻ ഒരു 15 വയസ്സായ എന്നെ പോലീസ് കണ്ടപ്പോൾ എന്നെ തല്ലാൻ തോന്നിയില്ല. അവരുടെ ആ ഔദാര്യത്തിൽ നിന്ന് 1-2 അടി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുപ്പം മുതലേ പാർട്ടിക്കകത്തൊരു കരട് തന്നെയായിരുന്നു. ഞാൻ ആ കരടായിട്ട് ഇപ്പോഴും തുടരുന്നു. വളരെ സന്തോഷം. അങ്ങ് ഒരു ഒപ്റ്റിമിസ്റ്റ് ആണ്. അങ്ങേക്ക് ഈ നാടിനെ പറ്റിയിട്ട് ഇനിയും ചിന്തകളുണ്ട്. ഞാൻ വളരെ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ഈ സമയവും കടന്നു പോകും, ഈ കാലവും കടന്നു പോകും. ഇതെല്ലാം കലങ്ങിത്തെളിഞ്ഞ് ഇവരെ ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ട രാജിവെച്ച 8 പേരും ഇറബലായിട്ട് മത്സരിച്ചവരും അങ്ങും എല്ലാ ഭാരവാഹികളും ഈ കോൺഗ്രസ് പതാക പിടിച്ച് നടന്ന ഈ 8 മെമ്പർമാരും 2 റിബലുകാരും ഇപ്പോൾ അങ്ങ് ഉൾപ്പെടെ ഷാഫിഖ് ഉൾപ്പെടെയുള്ള ആളുകളും വീണ്ടും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് ചിന്തിച്ചൂടെ? അല്ല, ചിന്തിക്കൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തീർച്ചയായിട്ടും ചിന്തിക്കാം. നമ്മളിപ്പോഴും അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത്. സ്വാഭാവികമായും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ അർത്ഥമില്ലല്ലോ. ഇപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. DCC നേതൃത്വം ഇതുപോലെ ഒരു കൈപ്പത്തി ചിഹ്നം 3 ആൾക്ക് അനാവശ്യമായി 3 ആൾക്ക് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ മിനിമം 13 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് അനായാസമായി ജയിക്കുമായിരുന്നു. അതിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയത് DCCയിലെ ചില ആളുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റും ഇവിടെയുള്ള ചില ക്ഷുദ്രജീവികളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ ഈ പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ 99% ഞാൻ സ്വീകരിക്കുന്ന ശരിയായ നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് എന്നാണ് അതിൽ നിന്ന് ബോധ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, ആമ്പല്ലൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, കൊടകര ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, ഈ 3 സ്ഥാനാർത്ഥികളും വിവിധ ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ കൂടിയാണ് അവരൊക്കെ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായും
അവർക്ക് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നാതെ അത്രയും സീനിയറായ നേതാക്കൾ പ്രവർത്തിക്കില്ലല്ലോ. എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, എന്നാൽ ഒരു കാലഘട്ടത്തിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെയും ഒക്കെ തന്നെ നിർണായകമായ ഇടപെടൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടത്തിയിട്ടുള്ള, കോൺഗ്രസ് പാർട്ടിയെ നയിച്ചിട്ടുള്ള ടി.എം. ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടൻ നമസ്കാരം. നമസ്കാരം. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് ഇന്ന് കേരളത്തിലെ ഒരു മെഗാ ഹിറ്റ് സിനിമ പോലെ, ഒരു കൊച്ചു ഗ്രാമം, തൃശ്ശൂർ ജില്ലയിലെ കൊച്ചു ഗ്രാമമായിട്ടുള്ള നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നൊരു മെഗാ ഹിറ്റ് പോലെ അങ്ങനെ വലിയ ത്രില്ലിലാണ് പോകുന്നത്. മുഴുവൻ ചാനലുകാരും മറ്റത്തൂർ, മുഴുവൻ സംഭവങ്ങൾ, ഇവിടെ പ്രതിഷേധങ്ങൾ, വലിയ രീതിയിൽ സംഭവങ്ങൾ. സത്യത്തിൽ മറ്റത്തൂർ ഇങ്ങനെയൊരു ഇതിലേക്ക് ഉയരാൻ ചേട്ടനാണ് കാരണം മൊത്തത്തിൽ ഇപ്പോൾ പറയുന്നത്. ടി.എം. ചന്ദ്രനെതിരെ വലിയ പ്രതിഷേധങ്ങൾ, ഓലം കത്തിക്കുന്നു. അതുമാത്രമല്ല, ടി.എം. ചന്ദ്രൻ കോൺഗ്രസ് പാർട്ടിയെ തകർത്തു നശിപ്പിച്ചു, അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഓരോ പ്രതിഷേധം, മറ്റു പാർട്ടിക്കാരുടെ വേറെ വിഷയങ്ങൾ. എന്താണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ധാരണ? അങ്ങയുടെ പ്രതീക്ഷ എന്തായാലും? സത്യത്തില് ഇതൊരു ആസ്വദിക്കുകയാണ് ഞാൻ. അത് ശരി. കാരണം ഇത് ഈ സിനിമ ആസ്വദിക്കണം. അതെ, കാരണം ഈ നാടകങ്ങളൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്ത ശരികൾക്കുള്ളൊരു അംഗീകാരം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് ഒരിക്കൽ മാത്രമാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ എല്ലാ സമയത്തും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികളാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPM നടത്തുന്ന കൊടിയ അഴിമതികൾ, പക്ഷപാതിത്വപരമായ നിലപാടുകൾ, അതിൽ പ്രതിഷേധിക്കുന്ന വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വെറും 5 സീറ്റുകളാണ് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 10 വർദ്ധിപ്പിച്ചു. ഈ 10 സീറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ CPM-ന്റേത് 10ലേക്ക് താഴ്ന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പരാജയമായിരുന്നു ഇവിടെ സംഭവിച്ചത്. വലിയ വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ, കോൺഗ്രസിന് 2 സീറ്റ് പോലും കിട്ടില്ല എന്ന് ആക്രോശിച്ചവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു എന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ നിന്ന് 10 സീറ്റുകൾ കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിൽ അസൂയ പൂണ്ട അല്ലെങ്കിൽ വിറളി പൂണ്ട ഒരു CPM നേതൃത്വവും, അതോടൊപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നടന്ന ചില ഛിദ്രശക്തികൾ, യാതൊരു സ്വാധീനവും പൊതുസമൂഹത്തിൽ ഇല്ലാത്ത ചില ഛിദ്രശക്തികൾ, അവരും ചേർന്ന് CPM-ഉം കൂടി ചേർന്ന് നടത്തിയ നാടകത്തിൽ അവർ പരാജയപ്പെട്ടപ്പോൾ അതിൽ സ്വാഭാവികമായും അവർക്കുണ്ടായ നിരാശ ആണ് ഇതിന്റെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ്, 2 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാള്, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന ഒരാള്, അയാൾ കൈപ്പത്തി ചിഹ്നത്തിലല്ല മത്സരിച്ചതെങ്കിൽ പോലും അദ്ദേഹം കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും പിന്തുണയോടും സഹായത്തോടും UDF എന്ന ലേബലിൽ നോട്ടീസ് അടിച്ചിറക്കി. അതുപോലെ തന്നെ വാഹന പ്രചരണ ജാഥ നടത്തിയതൊക്കെ UDF-ന്റെ ലേബലിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു. അപ്പൊ തികച്ചും UDF സ്ഥാനാർത്ഥി തന്നെയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അങ്ങനെ വിജയത്തിന് ശേഷം അദ്ദേഹം കൂറുമാറുകയാണ് ഉണ്ടായത്. ഔസേപ്പ് ഒരു സുപ്രഭാതത്തിൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം, അതായത് ഇന്നലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, മിനിഞ്ഞാന്ന് വൈകുന്നേരം അവിടുത്തെ വാർഡ് കമ്മിറ്റി, കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ഞാൻ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് പോയതിനു ശേഷമാണ് അദ്ദേഹം CPM പാളയത്തിലേക്ക് എത്തിയത്. ടി.എം. ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരാളല്ല. CPM-ന് വളരെ നിർണായകമായ സ്വാധീനമുള്ള മറ്റത്തൂർ പോലുള്ള പഞ്ചായത്തിൽ അങ്ങ് ഈ പഞ്ചായത്തിൽ നടത്തിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നയിക്കാൻ വേണ്ടി നടത്തിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് അങ്ങ് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ടി.എം. ചന്ദ്രൻ എന്ന് പറഞ്ഞ നേതാവ് നടത്തിയ പ്രവർത്തനങ്ങളെ ഇവിടുത്തെ ജനങ്ങൾക്ക് അവഗണിക്കാൻ പറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷെ അങ്ങേക്ക് വിഷമമില്ലേ? ഈ ത്രിവർണ്ണ പതാക പിടിച്ച പ്രസ്ഥാനം എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ വളരെ ചെറുപ്പത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1968 ഭക്ഷ്യസമരം, EMS മന്ത്രിസഭയ്ക്കെതിരെ നടക്കുന്ന ഭക്ഷ്യസമരത്തിൽ ഞാനന്ന് കോടാലിയിൽ നിന്ന് എന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ചേട്ടനോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴിയാണ് കോൺഗ്രസ് പ്രകടനത്തിൽ ഞാൻ EMS-നെതിരെയുള്ള പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. എനിക്ക് തന്നെ ഞാൻ പങ്കെടുത്തത് എന്തിനാണെന്ന് പോലും ഒരുപക്ഷെ എനിക്കന്നറിയില്ല. ഒരു 8 വയസ്സുകാരന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ കാലം മുതൽ ഞാൻ എങ്ങനെയോ കോൺഗ്രസ് ആയി. എന്റെ കുടുംബക്കാർ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, എന്റെ അയൽവാസികളും എന്റെ ബന്ധുക്കളും മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഈ പ്രദേശത്തില്ല. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ കോൺഗ്രസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരുപാട് പീഡനങ്ങള്, ഒരുപാട് മർദ്ദനങ്ങള് ഒക്കെ ഞാൻ ഈ CPM-കാരിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് മർദ്ദനങ്ങള്. ഞാൻ എന്നെ തന്നാറ്റുപാടം സ്കൂളില്, അതുപോലെ തന്നെ മുപ്ലിയം സ്കൂളില്, 3 മുറി ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ മുൻപിൽ എന്നെ മാസ്റ്റർമാർ മർദ്ദിച്ച് ഞാൻ മരിച്ചു എന്ന് കരുതി ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു എന്നെ ഇത്രയും നിർദ്ദയമായി എത്രയോ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചരിത്രം, കോൺഗ്രസിന് വേണ്ടി ഞാൻ സഹിച്ച ത്യാഗങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ
ഇതൊക്കെ അറിയാവുന്ന നേതൃത്വമാണ്. ആ നേതൃത്വം എനിക്കെതിരെ എങ്ങനെ നിർദ്ദയമായി എന്നോടൊരു വിശദീകരണം പോലും ചോദിക്കാതെ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ ഞാൻ സ്വീകരിക്കുന്ന ശരിയായ നിലപാടുകൾ പലപ്പോഴും DCC-യിലെ ചില ഉന്നത നേതാക്കളെയും KPCC-യിലെ നേതാക്കളെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ആ അലോസരപ്പെടുത്തലുകളൊക്കെ എന്റെ ശരികളെ എന്തായാലും മറച്ചു വയ്ക്കാൻ കഴിയുന്നതല്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം അംഗീകരിക്കും, കോൺഗ്രസിനും അംഗീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങേക്കെതിരെ വന്ന പ്രധാന ആക്ഷേപം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന സാദത്ത് എന്ന് പറയുന്ന നേതാവിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ 5-ാം വാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രചരണത്തിനായിട്ട് നേരിട്ട് എത്തിച്ചു. 3 വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി. അത് കോൺഗ്രസിന് വലിയ അത് അവിടെ മത്സരിച്ച ആളുകൾക്ക് വളരെ സാധാരണക്കാരായ ആളുകൾ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ തോൽപ്പിക്കാനായിട്ട് അത് ഈ റിബൽ സ്ഥാനാർത്ഥികൾ ഇടവന്നു. ഒരുപക്ഷെ ടീമായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. അതിന് പ്രധാന പ്രതിസന്ധി സൃഷ്ടിച്ച അങ്ങാണെന്നാണ് മറ്റൊരു ആരോപണം. അത് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടെടുപ്പിന് മുൻപ് ജനങ്ങൾക്കറിയാം, ഈ ക്ഷുദ്രജീവികൾക്ക് ഒഴിച്ച് എല്ലാവർക്കും അതറിയാം. കാരണം വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്ത് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച് ബ്ലോക്ക് കോൺഗ്രസ്, അതായത് നിയോജക മണ്ഡല കോർ കമ്മിറ്റിയുടെയും ഏകകണ്ഠമായ ശുപാർശ, അതാണ് KPCC-യുടെ മാനദണ്ഡം, സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാനുള്ള മാനദണ്ഡം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് KR ഔസേപ്പും അതുപോലെ തന്നെ ടെസ്സി ജോസും 5-ാം വാർഡ് രമണി ശിവനും സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ ചില സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലമായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിൽ മുഴുവൻ അറിയാം, ഇവിടെ കുറെ ഗുണ്ടകൾ പോയി DCC ഓഫീസിൽ DCC പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയാണ്. കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഗുണ്ടകൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുക. ഗുണ്ടകൾ, ആ ഗുണ്ടകൾ അവരുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ അറിയാം. അവരുടെ പോലീസ് സ്റ്റേഷനുകളിലും അവർക്ക് പറ്റിയുള്ള കേസുകളും ഒക്കെ പരിശോധിച്ചാൽ അറിയാം അവരാരാണെന്ന്. കോൺഗ്രസുമായി ഒരു ബന്ധവും പുലർത്താൻ അർഹതയില്ലാത്തവരാണ് അവര്. പക്ഷെ നമുക്കറിയാം കോൺഗ്രസിന്റെ പൊതുവെയുള്ള ചില സംഘടനാപരമായ ചില വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ ചില ഭാരവാഹികളായിരിക്കാം. അത്തരം ആളുകൾ ശുപാർശ ചെയ്യപ്പെട്ട ചില സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ആ 3 വാർഡുകളിലും ഈ DCC നിർത്തിയ സ്ഥാനാർത്ഥികളുടെ കൂടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഉണ്ടായില്ല. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടില്ലേ, അതിൽ 3 വാർഡുകളിൽ ഞാൻ നിർത്തി എന്ന് പറയുന്ന 2 സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും 3-ാമത്തെ സ്ഥാനാർത്ഥി ഈ DCC നിർത്തിയ സ്ഥാനാർത്ഥിയെ ബഹുദൂരം മുന്നിലെത്തുകയും ചെയ്തു. ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ TM ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ കൈവിട്ടിട്ടില്ല, ഒരിക്കലുമില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രകടമാക്കി. 24 വാർഡുകളിലും ഞാൻ നിർത്തിയ സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ 3 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, ജില്ലാ പഞ്ചായത്തിലേക്ക് നമുക്കറിയാം DCC ആണ് തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ, എനിക്ക് യാതൊരു ബന്ധമില്ലല്ലോ. പക്ഷെ ആ സ്ഥാനാർത്ഥികൾ ആരോടൊപ്പം നിന്ന്, എന്നോടൊപ്പം നിന്നത്. ഈ ഇപ്പോഴത്തെ ഈ ഒരു ആക്ഷൻ ഇടപെടലുകൾ, മറ്റ് സംഭവങ്ങൾ ഒക്കെ തന്നെ വളരെ രൂക്ഷമായിട്ട് അങ്ങേക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ DCC വിപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നിരുന്നു. അങ്ങനെ ഒരു സംഭവം അങ്ങേക്ക് നൽകിയിരുന്നു. അവിടെയാണ് DCC പ്രസിഡന്റിനെ എനിക്ക് വിമർശിക്കേണ്ടി വരുന്നത്. തികച്ചും ശരിക്കും DCC പ്രസിഡന്റ് TM ചന്ദ്രേട്ടനെ മനസ്സിലാക്കിയിരുന്ന ഒരാളല്ലേ? അദ്ദേഹം പലപ്പോഴും നുണ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ടാജറ്റ് വക്കീൽ നുണ പറയുന്നു. അദ്ദേഹം ഇങ്ങനെ വിപ്പ് കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത ഒരു കാര്യം കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു പക്ഷെ അദ്ദേഹത്തിന് മുഖം രക്ഷിക്കാനായിരിക്കാം. കാരണം അദ്ദേഹം വിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാൻ കഴിയാതെ പോയതിനുള്ള ഒരു പക്ഷെ അതിന്റെ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ അല്ലെങ്കിൽ KPCC നേതൃത്വത്തിന്റെ ചോദ്യങ്ങൾക്ക് തനിക്ക് മറുപടി പറയേണ്ടി വരുമെന്നറിയാവുന്ന, അതുകൊണ്ട് ഒരു നുണ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു നുണ അദ്ദേഹം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും, ഞാൻ ഇന്നലെ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഞാൻ DCC ഓഫീസിൽ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള കോൺഗ്രസ് അംഗങ്ങളുമായി ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ എന്തുകൊണ്ട് വിപ്പ് ലംഘിച്ചു എന്ന് ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, KPCC പ്രസിഡന്റുമായി നിങ്ങൾ സംസാരിക്കൂ, KPCC ആണ് നടപടിയെടുത്ത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞത്. എന്റെ കൂടെ ഈ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജയിച്ച പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയും കൈപ്പത്തി എന്ന് പറഞ്ഞ ചിഹ്നവും അസ്തമിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് തെറ്റുണ്ടോ? ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്, ഞാനൊരു നെഹ്റുവിയൻ ചിന്താഗതിക്കാരനാണ്. സ്വാഭാവികമായും ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ദൈവമില്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നെഹ്റുവിയൻ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഞാൻ ആരാധിക്കുന്ന 2 ദൈവങ്ങളുണ്ട്. അത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ഒന്ന് ശ്രീനാരായണ ഗുരുദേവനും മറ്റൊന്ന് മഹാത്മാഗാന്ധിയും. എന്റെ വീടിന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് സബർമതി എന്നാണ്. സബർമതി. ഞാൻ ഈ 2 ദൈവങ്ങളാണ് എന്റെ മനസ്സിലുള്ള ദൈവങ്ങൾ. മഹാത്മാഗാന്ധിയെയാണ് ഞാൻ ഒരു ദൈവമായി കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അത് കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് തെറ്റ് ചെയ്താൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും അച്ചടക്കം പാലിക്കുന്ന ഒരാളല്ലെന്ന് പലപ്പോഴും ഒരു ആക്ഷേപമുണ്ട്. ഞാൻ അപ്പോഴൊക്കെ മറുപടി പറയുന്നത്, ഗാന്ധി പറയാറുണ്ട്, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത്
അത് നമുക്കൊരു നിയമലംഘനമാണ്. അപ്പൊ ആനി ബസന്റ് മഹാത്മാഗാന്ധിയോട് ചോദിച്ചത്, നിങ്ങൾ എപ്പോഴും നിയമം പാലിക്കണമെന്ന് പറയുന്ന ഒരാളാണ്, നിങ്ങൾ എന്തുകൊണ്ട് നിയമലംഘനം നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞ മറുപടി, ഞാൻ ഈ നിയമങ്ങൾ മനുഷ്യർക്ക് ഗുണകരമാണെങ്കിൽ മാത്രമേ നമ്മുടെ നിയമം അനുസരിക്കേണ്ടതുള്ളൂ എന്നാണ്. അപ്പൊ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് പാർട്ടിക്ക് ഗുണകരമാണെങ്കിൽ മാത്രമേ നമ്മൾ അത് അനുസരിക്കേണ്ടതുള്ളൂ. പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ഒരു അച്ചടക്കമാണ് നേതൃത്വം പറയുന്നതെങ്കിൽ ഞാനതിനനുസരിക്കാൻ തയ്യാറല്ല. ഞാനത് പലപ്പോഴും പാർട്ടി നേതൃത്വത്തിന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതൃത്വ വേദികളിലും എനിക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരോടും. ഈ സംഭവം തന്നെ ഇവിടെ ഈ 3 സ്ഥാനാർത്ഥികൾക്ക് DCC കൈപ്പറ്റി കൊടുത്തപ്പോൾ ഞാൻ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ പോയി ഞാൻ നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. അതെന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാനത് നേതൃത്വത്തെ അറിയിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്രയേറെ ബുദ്ധിമുട്ടി. നിങ്ങൾക്കറിയാം, വെളുപ്പിന് 7 മണിക്ക് ഞാൻ KC വേണുഗോപാലിന്റെ വീട്ടിലെത്തണമെങ്കിൽ ഞാൻ 12 മണിക്കാണ് ഞാൻ ചർച്ച കഴിഞ്ഞ് DCCയിൽ നിന്ന് പിരിയുന്നത്. ആ 12 മണിക്ക് ചർച്ച കഴിഞ്ഞ് പിരിഞ്ഞ ഞാൻ 7 മണിക്ക് മുൻപ് KC വേണുഗോപാലിന്റെ വീട്ടിൽ എത്തണമെങ്കിൽ ഞാൻ അത് എന്റെ ഒരു ശരി എനിക്ക് ബോധ്യപ്പെടുത്താനായിരുന്നു. എന്ത് നടപടി KC വേണുഗോപാലിന്റെ ഭാഗത്തുണ്ടാവും എന്നല്ല ഞാൻ ചിന്തിച്ചത്. നേരെ മറിച്ച് ഞാൻ പറയുന്ന ശരി KC വേണുഗോപാൽ മുൻകൂട്ടി അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അദ്ദേഹത്തോട് വ്യക്തിപരമായി എനിക്ക് അടുപ്പമില്ലാത്തതോട് ഒരുപക്ഷെ ഞാൻ ഫോൺ ചെയ്താൽ അദ്ദേഹം എടുത്തില്ലെങ്കിലും എന്ന് പേടിച്ചാണ് ഞാൻ നേരിട്ട് വീട്ടിൽ പോയത്. പക്ഷെ അദ്ദേഹം എന്നോട് സ്വീകരിച്ച സമീപനം എനിക്ക് വളരെ ആശാവകമായി തോന്നിയത്. കാരണം എന്നെ അടുത്തിരുത്തി അദ്ദേഹം DCC പ്രസിഡന്റിനെ വിളിച്ച് സ്പീക്കർ ഫോണിലിട്ട് സംസാരിച്ചു. എനിക്ക് മറുപടി പറയാനുള്ള അവസരം തന്നു. 100% ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം സമ്മതിച്ച ശരി പ്രാവർത്തികമായില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. KPCC പ്രസിഡന്റോട് ഞാൻ പറഞ്ഞു, KPCC പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടു KR ഔസേപ്പിന്റെ കാര്യത്തിൽ. KR ഔസേപ്പിന് സീറ്റ് കൊടുക്കണമെന്ന് KPCC പ്രസിഡന്റ് നേരിട്ട് DCC പ്രസിഡന്റോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ശരിയുടെ നിലപാടുകൾ സ്വീകരിച്ചതിന് ശേഷം നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രമാണ് എന്തെങ്കിലും അച്ചടക്കം എങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്തിയിട്ടുള്ളൂ എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെക്കെതിരെ രൂക്ഷമായിട്ട് വലിയ രീതിയിൽ ഇടപെടുന്ന ഒരു ഫോക്കസ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സംഗതിയില്ല. അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? അത് LDFന്റെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? ഈ കോക്കസ് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായിട്ട് ഒരാൾ പറഞ്ഞു 15 വർഷമായിട്ട് അങ്ങ് ഈ പരിപാടി ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അങ്ങ് തോൽപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചു. മണ്ഡലം ചാർജുള്ള ഭാരവാഹികളൊക്കെ അങ്ങയുടെ ഒപ്പമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിനെ ഒരു 10-15 വർഷമായിട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. 10-15 വർഷമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നല്ലേ. ഈ നേതൃത്വം എന്ന് പറയുന്നത് അതിനിടയ്ക്ക് DCC പ്രസിഡന്റുമാർ എത്രയോ പേര് മാറി വന്നിരിക്കുന്നു. A ഗ്രൂപ്പിലും Y ഗ്രൂപ്പിലും പെട്ട DCC പ്രസിഡന്റുമാർ മാറി വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരാരെങ്കിലും ഒരു DCC പ്രസിഡന്റെങ്കിലും എനിക്കെതിരെ നടപടി എടുക്കാതിരിക്കും. അതിനർത്ഥം ഞാൻ ചെയ്താണ് ശരി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതല്ലേ. മാത്രമല്ല ഈ പറയുന്ന എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ചരിത്രം എന്ന് പരിശോധിച്ച് ചോദിക്കാൻ മതി. BJPക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ഈ DCC നിർത്തിയ ഒരു സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി പരസ്യമായി വോട്ട് പിടിക്കുന്നതിന്റെ വീഡിയോ ഞാൻ DCC പ്രസിഡന്റ് അയച്ചു കൊടുത്തിരുന്നു. DCC പ്രസിഡന്റ് ഞാൻ നേരിട്ട് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി തന്നെ, അതായത് ഈ KR ഔസേപ്പിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി പരസ്യമായി വോട്ട് പിടിക്കുന്നതിന്റെ ചിത്രം തെളിവുകൾ സഹിതം അയച്ചു കൊടുത്തിരുന്നു. ഈ ആളുകൾ മുഴുവൻ എനിക്കെതിരെ പ്രകടനം നടത്തിയ ആളുകളെ കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ പരസ്യമായി BJPക്ക് വേണ്ടി വോട്ട് പിടിച്ചതിന്റെ പേരിൽ ഇവിടെ കോടാലി ഹൈസ്കൂളിന്റെ മുന്നിൽ ഇദ്ദേഹത്തിന് മറ്റു കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതാണ്. BJPക്ക് വേണ്ടി പരസ്യമായി വോട്ട് പിടിച്ചതിന്റെ പേരിൽ. അപ്പൊ ആരാ BJPനെ സഹായിച്ചിട്ടുള്ളത്? എന്നെ CPM മാത്രമല്ല BJPയും എന്നെ പലവട്ടം എന്നെ ആക്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഞാൻ കോടാലിയിൽ ഒരു കട നടത്തുന്ന സമയത്താണ് BJPക്കാരെ എന്നെ കടയിലിട്ട് അടച്ച് വലിയ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ വലിയ കേസും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കോടാലിയിൽ തന്നെ. ഒരുപക്ഷെ മറ്റൊരു പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത് ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ എല്ലാ കാലത്തും മറ്റ് എന്നെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. അത് എന്റെ പാർട്ടിയോടുള്ള കൂറും വിധേയത്വവുമാണ്. ഞാൻ ഒരിക്കൽ പോലും എതിർ രാഷ്ട്രീയ കക്ഷികളുമായി ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറാവാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതും. കാരണം എനിക്കറിയാം, ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഒന്നും ഇല്ല. ഞാൻ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉൾപാർട്ടി രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ മറ്റത്തൂരിലെ ഒരു വിഷയം, ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ കലുഷിതമായ ഒരു സംഭവം ഉണ്ടായത്, ഇവിടെ ഫ്ലക്സ് എതിർ വിഭാഗം വെക്കാൻ വന്ന ഒരു ഫ്ലക്സ്, അതായത് ഈ സാദത്ത് എന്ന് പറയുന്ന ആൾക്കാർ വെക്കാൻ വന്ന ഫ്ലക്സ് ആക്രമിച്ച് തല്ലി നശിപ്പിച്ചു. അത് വെക്കാൻ വന്ന ആളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ കേസും അതിന്റെ സംഭവം ഉണ്ടായി. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കുന്നു. സാദത്തിനെ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും പുറത്താക്കിയിട്ടില്ല. ഒരു നടപടിയും പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടില്ല. കഴിഞ്ഞ ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത് DCC പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചാൽ ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, തൽക്കാലം പാർട്ടിയുടെ പൊതുപരിപാടികൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം DCC പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, ഇപ്പൊ നടപടിയൊന്നും എടുക്കുന്നില്ല,
കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ അദ്ദേഹം നിരപരാധിയാണ് എന്ന് അദ്ദേഹം നിരവധി തെളിവുകൾ സഹിതം PCC പ്രസിഡന്റ് ബോധ്യപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ജില്ലാ കോടതിയിൽ നിന്നാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്. ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഭാഗം സമർത്ഥിക്കാനുള്ള ഉപോത്ബലകമായ നിരവധി തെളിവുകൾ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജില്ലാ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുകയും സ്വാഭാവികമായും അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം വളരെ കുറച്ച് പരിപാടികൾ വന്നിരുന്നു. യാദൃശ്ചികമായാണ് ഈ 5-ാം വാർഡിലെ പ്രവർത്തനത്തിൽ അദ്ദേഹം ഭാഗഭാക്കായത്. അദ്ദേഹം വളരെ അപൂർവ പരിപാടികളിലാണ് പാർട്ടി പരിപാടികൾ പങ്കെടുക്കാറുള്ളത്. അദ്ദേഹത്തെ നടപടി എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു DCC പ്രസിഡന്റിന്റെ മറ്റൊരു ലെറ്ററോ ഇല്ല ഒരു ലെറ്ററും ഇല്ല, അങ്ങനെ രേഖാമൂലം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. ഇല്ല നടപടി എടുക്കുന്ന ഒരാളെ എനിക്കും മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ലോ. അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ട്, സ്വാഭാവികമായി ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തില് പൊതുവെ പിന്നെ മാത്രമല്ല മുൻകൂർ ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അതിന്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് മാറി നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാതെ അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയില്ല, പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ നമ്മളിപ്പോ പീഡന കേസിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റാരോപിതൻ മാത്രമാണല്ലോ ഇത് കേസിൽ. അപ്പൊ നമുക്ക് ഇപ്പോ നമ്മുടെ 2 MLA കോൺഗ്രസിലെ 2 MLA ഇതുപോലെ കുറ്റാരോപിതനാണ്. അവരിപ്പോ KPC പ്രസിഡന്റിനോടൊപ്പം പ്രതിപക്ഷ നേതാവിനോടൊക്കെ പരിപാടികൾ പങ്കെടുക്കുന്നില്ല. അപ്പൊ അത് സാധത്തിനും അങ്ങനെ ആ ഒരു പ്രിവിലേജ് സാധത്തിനും അല്ലേ. സ്വാഭാവികമായും അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ കോൺഗ്രസിന്റെ ഏറ്റവും സജീവ പ്രവർത്തകനാണ്. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സ്വാഭാവികമായി വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നിർദ്ദയമായി പെരുമാറാൻ കഴിയില്ല. അതിന്റെ ഭാഗം മാത്രമായിട്ടാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മളൊരു വിളിച്ചുകൊണ്ട് വരിക അങ്ങനെ ചെയ്യില്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പാർട്ടി പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ 8 കൗൺസിലർമാര് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഒരാളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം ലഭിച്ചിരിക്കാൻ TSC പൗലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ DCC പറയുന്ന ഒരു തീരുമാനത്തിൽ ഇവർക്കെതിരെ നടപടിക്ക് പോകും, കോടതിയിൽ ശ്രമങ്ങൾക്ക് പോകും, കോടതിയിൽ മൈമന്ത് ഇതിനെതിരെ രൂക്ഷമായി ഇടപെടാനായിട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ വീണ്ടും വാർത്ത വരുന്നത്. അല്ല, അത്തരമൊരു സംഗതി ഇവരെ അയോഗ്യരാക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളിലേക്ക് കടന്നു വരും. സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ മാതിരി വീണ്ടും ഒരു കലുഷിതമായ സംഗതിയായിട്ട് മാറില്ല. അല്ല, അയോഗ്യരാക്കണമെങ്കിൽ എന്റെ അറിവ്, പരിമിതമായ അറിവാണത്, അത് അവർക്ക് വിപ്പ് കൊടുക്കണം. വിപ്പ് കൊടുക്കാത്തിടത്തോളം കാലം അങ്ങനെ അയോഗ്യരാക്കുമെന്ന് പറയാനുള്ള അങ്ങനെ നിയമപരമായ നടപടികൾ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ നിയമപരിജ്ഞാനം അത്ര വലുതല്ല. എന്തായാലും എന്റെ പരിമിതമായ അറിവുകൾ കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, ആ പഞ്ചായത്ത് മെമ്പർമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് DCCക്കും അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോ എല്ലാം കലങ്ങി തെളിയേണ്ടതാണ്. സത്യങ്ങൾ ചിലതും ഇപ്പോഴും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ജനതയ്ക്ക് മനസ്സിലാവും. മറ്റത്തൂരിലെ ജനത അങ്ങയുടെ കൂടെയാണ്. അല്ല, സത്യത്തെ നമുക്ക് മൂടി വയ്ക്കാൻ, സൂര്യനെ നമുക്ക് പഴമുറം കൊണ്ട് മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. അതൊരിക്കലും നമുക്ക് കഴിയില്ല. അത് താൽക്കാലികമായി നമുക്ക് കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ട് വരുള്ളൂ, കണ്ണടയ്ക്കുന്നവർ മാത്രമേ ഇരുട്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ഭയമൊന്നുമില്ല. ആരെങ്കിലും കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാൽ ലോകം മുഴുവൻ ഇരുട്ടാണ് എന്ന് ലോകം അങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ഭയപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും കാലം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. മറ്റത്തൂർ തിളച്ചുമറിയുകയാണ്. മറ്റത്തൂരിന്റെ ഈ തിളച്ചുമറിയുന്നതിനിടയിലും ഒരു മനുഷ്യൻ, അദ്ദേഹം തിളച്ചുമറിയാത്ത മനസ്സുമായി എല്ലാം കലങ്ങിത്തെളിയും. ഇതിന്റെ ശരികൾ ഈ മറ്റത്തൂരിലെ ജനത, ഈ നാട്ടിലെ ജനത കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് TM ചന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും മനസ്സിൽ കോൺഗ്രസും കൈപ്പത്തി ചിഹ്നവും മനസ്സിലേക്ക് നടക്കുന്ന ഈ TM ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഈ മറ്റത്തൂരിലെ ജനത ഇഷ്ടപ്പെടുന്ന ഈ നേതാവ് ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റത്തൂർ ഇനിയും കലങ്ങി തെളിയാനുണ്ട്. അവിടെ TM ചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞതിനിടയിലുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ജനം അന്ന് ആരോടൊപ്പമാണെന്നുള്ളതും മറ്റത്തൂരിലെ ഈ നേതാവ് അന്ന് തെളിയിക്കും. നന്ദി, നമസ്കാരം.